വയനാടൻ മലനിരകളിൽ കാലം കാത്തുവെച്ച വിസ്മയം വീണ്ടും. വർഷങ്ങൾക്കിപ്പുറം നാടിനെ തഴുകിയെത്തുന്ന അതിശൈത്യത്തിന്റെ ലഹരിയിലാണ് വയനാട്ടുകാർ. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന മഞ്ഞുവീഴ്ചയും മരവിപ്പിക്കുന്ന തണുപ്പും കർഷകരിലും സഞ്ചാരികളിലും ഒരുപോലെ ഉണർവേകുമ്പോൾ വയനാട് വീണ്ടും ഭൂമിയിലെ സ്വർഗമായി മാറുകയാണ്. പച്ചപ്പണിഞ്ഞ കുന്നിൻ ചെരുവുകൾക്കുമീതെ വെള്ളിപ്പട്ട് പുതച്ച് വയനാടൻ തണുപ്പ് അതിന്റെ പൂർവ്വരൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സമീപകാലത്തെങ്ങും അനുഭവപ്പെടാത്ത വിധം തീവ്രമായ അതിശൈത്യമാണ് ഇപ്പോൾ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പ്രഭാതത്തിൽ വെയിൽ ഉദിച്ചുയർന്നിട്ടും മലമടക്കുകളിൽ മഞ്ഞിന്റെ മറ നീങ്ങാൻ വൈകുന്ന കാഴ്ച നയന മനോഹരമാണ്. രാവിലെ 11 മണിവരെ നീളുന്ന മഞ്ഞും തണുപ്പും നാടിനെ അലസമായ മനോഹാരിതയിൽ പൊതിയുന്നു. കാഴ്ച മറയ്ക്കുന്ന കനത്ത മൂടൽമഞ്ഞിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാണ് പകരുന്നത്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന വയനാടിനെ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രകൃതി ഒരുക്കിയ ഈ സ്വർഗീയ അനുഭവം ക്യാമറകളിൽ പകർത്താൻ അതിരാവിലെ തന്നെ ആളുകൾ വ്യൂ പോയിന്റുകളിൽ എത്തുന്നു. കാലാവസ്ഥയിലെ ഈ അനുകൂലമായ മാറ്റം ആസ്വദിക്കുകയാണ് പഴമക്കാർ. പണ്ടത്തെ തണുപ്പ് അപ്പം നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ കുറഞ്ഞല്ലോ. കോട്ടൊന്നും ഇടാണ്ട് നിൽക്കുന്നതിൻ്റെ കാരണം പണ്ടത്തെ ഭക്ഷണത്തിൻ്റെ രീതി കൊണ്ടാണ്. പണ്ടത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതാണ് ഈ ഇപ്പോൾ കുറച്ച് ആരോഗ്യമൊക്കെ കുറഞ്ഞുകൊണ്ട് ഉള്ള തണുപ്പുകൾ. പണ്ടത്തെ തണുപ്പായി ഇപ്പോൾ. കാലാവസ്ഥയുടെ ഈ വ്യതിയാനം കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ തണുപ്പ് കൃഷിക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങുമ്പോഴേക്കും 5 മണിയോടെ തന്നെ വീണ്ടും തണുപ്പ് നാടിനെ കീഴടക്കി തുടങ്ങുന്നു. രാത്രികാലങ്ങളിൽ കനത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും വയനാടിന്റെ തനതായ ഈ കുളിർമ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് വയനാട്ടുകാർ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.